ഓക്കെ, അപ്പം ആദ്യമായി നമുക്ക് എങ്ങനെയാണ് ക്യൂസ് എന്ന് പറയുന്ന റിസോഴ്സ് നമ്മുടെ മൂഡിൽ പേജിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എല്ലാവരും, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉള്ളവർ എൻ്റെ കൂടെ തന്നെ ചെയ്യുക, അല്ലാത്തവർക്ക് ഈ റെക്കോർഡഡ് വീഡിയോ ഞാൻ അയച്ചു തരാം, അത് നോക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യുക. ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ കോഴ്സ് പേജിൽ പോവുക എന്നുള്ളതാണ്. നിങ്ങളുടെ moodle.sdcollege.ac.in എന്ന് പറയുന്ന സൈറ്റ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് പേജിലേക്ക് പോവുക, യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹോം എന്നും ഡാഷ്ബോർഡ് എന്നും മൈ കോഴ്സസ് എന്നും കാണാം. ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഹോം, ഡാഷ്ബോർഡ്, മൈ കോഴ്സസ്. അതിൽ നിങ്ങളുടെ മൈ കോഴ്സസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടി ഓരോരുത്തർ അവരവരുടെ കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോഴ്സസ് നിങ്ങൾക്ക് മൈ കോഴ്സിൽ ലിസ്റ്റ് ചെയ്യും. നിങ്ങൾ ചെയ്ത എല്ലാ കോഴ്സും മൈ കോഴ്സ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യും. ഇവിടെ നിങ്ങൾ കാണുന്ന എക്കണോമിക്സ് VRP എന്ന് പറയുന്ന പ്രഭാകരൻ സാറ് മൂഡിൽ എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത കോഴ്സ്. അത് ഞാൻ സ്റ്റുഡൻ്റായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് എനിക്കത് കാണാൻ പറ്റും. ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ളത് നമ്മുടെ മൂഡിൽ ട്രെയിനിങ്ങിൻ്റെ കോഴ്സാണ്. അതുപോലെ നിങ്ങൾ ട്രെയിനിങ്ങിന് വേണ്ടി ഇപ്പം എക്കണോമിക്സ് VRP എന്നുള്ളത് പോലെ നിങ്ങളുടെ ഒരു കോഴ്സ് പേജ് നിങ്ങളുടെ കോഴ്സിൽ കാണും. അതായിരുന്നു നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇല്ല, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് ഞാൻ ചെയ്തതായിരുന്നു ട്രയൽ എന്ന് പറയുന്ന കോഴ്സ്. മനസ്സിലായെന്ന് കരുതുന്നു. അത് അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സിലാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കോഴ്സ് നിങ്ങളുടെ കോഴ്സിൻ്റെ ഹോമിൽ കാണും, അതിൽ കയറുക. ഞാനിപ്പം ട്രയൽ എന്ന് പറയുന്ന കോഴ്സായിരുന്നു ഞാൻ ചെയ്തത്. ആ ട്രയൽ എന്ന് പറയുന്ന കോഴ്സിലേക്ക് ഞാൻ കയറുന്നു. അതിനുശേഷം നമ്മൾ ഈ കോഴ്സ് പേജിനെ ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു കോഴ്സ് പേജ് ഡിസൈൻ ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ടോപ്പ് റൈറ്റിൽ എഡിറ്റ് മോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ എഡിറ്റ് മോഡിനെ എന്ത് ചെയ്യുക? ഓൺ ആക്കുക. അപ്പോൾ എഡിറ്റ് മോഡ് ഓഫായിട്ടായിരിക്കും കിടക്കുന്നത്. ആ എഡിറ്റ് മോഡിനെ എന്ത് ചെയ്യണം? ഓൺ ആക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കോഴ്സിനെ ഡിസൈൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണോ ഡിസൈൻ ചെയ്യുന്നത് ആ കോഴ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എഡിറ്റ് മോഡ് ഓൺ ആക്കുക. ഇപ്പോൾ എഡിറ്റ് സിമ്പിൾ വന്നു. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കൊരു ക്വിസ് എന്ന് പറയുന്ന ആക്ടിവിറ്റി നമ്മുടെ കോഴ്സ് പേജിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കറിയാം ഏത് ടോപ്പിക്കിലാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ടോപ്പിക്കിലേക്ക് പോവുക. നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട് ബ്ലോക്കുകൾ. ഏതെങ്കിലും ഒരു ബ്ലോക്കിൽ ഇല്ലെങ്കിൽ ഞാനൊരു ആഡ് ടോപ്പിക്കായിട്ട് കൊടുത്ത് ചെയ്യാം. എവിടെയാണോ നമ്മൾ ചെയ്തത് അതിൻ്റെ അകത്ത് ആഡ് ആക്ടിവിറ്റി ഓർ റിസോഴ്സ് എന്ന് പറയുന്ന ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് എന്ന് പറയുന്ന ആ ബ്ലോക്കിൽ നിങ്ങൾക്ക് കാണാം ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പം ഈ ഒരു ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് എന്ന് പറയുന്ന ബട്ടൺ ഉപയോഗിച്ചാണ് നമ്മൾ മൂഡിലെ എല്ലാ റിസോഴ്സും, അത് ബുക്ക് റിസോഴ്സ് ആയാലും പേജ് റിസോഴ്സ് ആയാലും URL റിസോഴ്സ് ആയാലും നമ്മൾ ചെയ്തത്. അപ്പോൾ ഞാൻ ഒരിക്കലും പറയുന്നു, നമ്മുടെ മൂക്ക് കോഴ്സിൽ നിങ്ങൾ 2-3 റിസോഴ്സ് പഠിച്ചാൽ മതിയാകും. ബുക്ക് എന്ന് പറയുന്ന റിസോഴ്സും പേജ് എന്ന് പറയുന്ന റിസോഴ്സും. ആക്ടിവിറ്റി ആയിട്ട് അസൈൻമെൻറ്റും ക്വിസും, ഈ 4 ടൂൾ പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ടൊരു മൂക്ക് കോഴ്സ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിൽ അസൈൻമെൻറ്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരുന്നു. അതിൻ്റെ വീഡിയോയും അതിലുണ്ട്. അപ്പം അതിനോടൊപ്പമാണ് ഇപ്പോൾ നമ്മൾ ക്വിസ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് നിങ്ങൾ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ക്വിസ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി കാണാം. ഇതാണ് ക്വിസ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ടൂൾ. അതിനെ ക്ലിക്ക് ചെയ്യുക. ഇത് വളരെ എളുപ്പമാണ്. നമ്മളൊരു ഗൂഗിൾ ഫോമിലൊക്കെ ചെയ്ത് ഇടുന്നതിനെക്കാട്ടിലും വളരെ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് മൂഡിൽ ഒരു ക്വിസിൻ്റെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു MCQ നമുക്ക് ചെയ്യാൻ പറ്റും. സോ അത് ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ വരുന്ന പേജ് ഇതാണ്. ഒന്ന് നെയിം. അപ്പം നമുക്ക് ക്വിസിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാനുണ്ടെങ്കിൽ ആ പേര് അവിടെ കൊടുക്കുക. ഞാനിപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ ഒരു ക്വിസാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇലക്ട്രോണിക്സ് ചാപ്റ്റർ 1 ഓർ മോഡ്യൂൾ 1 എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കൊടുക്കുന്നു. നിങ്ങൾക്ക് എന്താണോ കൊടുക്കാനുള്ളത് ആ പേര് നിങ്ങൾക്ക് നെയിമിൽ കൊടുക്കാം. അത് കഴിഞ്ഞ് ഇഫ് യു ഹാവ് എനി ഡിസ്ക്രിപ്ഷൻ യു ക്യാൻ ഗിവ് ഹിയർ. ഡിസ്ക്രിപ്ഷൻ ഉള്ളത് നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്ക് എന്തെങ്കിലും ഡയറക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് അടുത്ത ക്ലാസ്സിന് മുമ്പ് ക്വിസ് കംപ്ലീറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലെ ഡിസ്പ്ലേ ഡിസ്ക്രിപ്ഷൻ ഓൺ കോഴ്സ് പേജ് കൊടുക്കണം. അത് കൊടുത്താൽ മാത്രമേ നമുക്ക്
നിങ്ങൾ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ ആ കുട്ടി കാണത്തുള്ളൂ. അതിനുശേഷം ടൈമിംഗ് ആണ്. ആ ടൈമിംഗ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഒന്ന് നിങ്ങൾ ക്വിസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് അത് നമുക്ക് വേണമെങ്കിൽ ഇനേബിൾ ചെയ്യാം. ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഡിസേബിൾ ചെയ്ത് വയ്ക്കുക. ഇതിപ്പോൾ ഡിസേബിൾ ആണ്. എന്നാണ് ക്വിസ് ഓപ്പൺ ചെയ്യുന്നത്, എന്നാണ് ക്വിസ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പം നാളെയാണ് ഞാൻ ക്വിസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഇനേബിൾ ഡേറ്റ് നമുക്കിവിടെ എന്ത് ചെയ്യാം, കൊടുക്കാം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ആ ക്വിസ് ഓൾവേസ് ഓപ്പൺ. കുട്ടി ലോഗിൻ ചെയ്ത് അകത്ത് കയറുമ്പോൾ തന്നെ ആ ക്വിസ് ആക്ടിവിറ്റി ആ കുട്ടിക്ക് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ കുട്ടി ലോഗിൻ ചെയ്ത് അകത്ത് കയറുമ്പോൾ അത് കാണണ്ട എന്നുണ്ടെങ്കിൽ ഈ ടൈമിങ്ങിന് എന്ത് ചെയ്യുക, ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പം ഓപ്പൺ ദ ക്യൂസ് നിങ്ങൾക്കൊരു ഡേറ്റ് കൊടുക്കാം, ക്ലോസ് ദ ക്യൂസ് അതിനും ഒരു ഡേറ്റ് കൊടുക്കാം. ഇപ്പം ഞാൻ രണ്ടും ഇനേബിൾ ചെയ്തിട്ടില്ല, പക്ഷേ ടൈം ലിമിറ്റ് എനിക്ക് ഇനേബിൾ ചെയ്യണമെന്നുണ്ട്. അത് വേണമെങ്കിൽ എനിക്ക് ചെയ്യാം. ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഞാനൊരു 10 ക്വസ്റ്റ്യൻ കൊടുക്കുന്നു. ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് എന്നുള്ള സമയമാണ് കണക്കാക്കി വേണമെങ്കിൽ എനിക്ക് 10 മിനിറ്റ് കൊടുക്കാം. അല്ല 30 സെക്കൻഡ് കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ അതിനെ 10 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഏത് രീതിയിൽ നിങ്ങൾക്ക് ടൈം കൊടുക്കണോ ആ ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ ഒരു ക്വിസാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ 5 മിനിറ്റ്സ് ഡ്യൂറേഷൻ. ഓക്കെ, അപ്പം മുകളിൽ കിടക്കുന്നത് എപ്പോഴൊക്കെ, അപ്പം നാളെ 10 മണി മുതൽ 11 മണിക്കകത്ത് ആ ക്വിസ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതവിടെ കൊടുക്കാം. ഇനിയും ഒരേ സമയം കുട്ടികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൊടുക്കണ്ട, ക്വിസ് ഓൾവേസ് ഓപ്പൺ ആയിരിക്കും. ടൈം ലിമിറ്റ് 5 മിനിറ്റ്. അപ്പോൾ കുട്ടി എപ്പോഴാണോ ഓപ്പൺ ചെയ്യുന്നത് അത് തൊട്ട് 5 മിനിറ്റിനകത്ത് ക്വിസ് എന്ത് ചെയ്യും, ക്ലോസ് ആകും. സോ വെൻ ടൈം എക്സ്പയേഴ്സ് 3 ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ഒന്ന്, ഈ കുട്ടിക്ക് 5 മിനിറ്റ് സമയമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ 5 മിനിറ്റിൽ 10 ക്വസ്റ്റ്യൻ ഉണ്ട്. ചിലപ്പോൾ ആ കുട്ടിക്ക് 7 ക്വസ്റ്റ്യനെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചെയ്ത അത്രയും അറ്റംപ്റ്റ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് സബ്മിറ്റ് ആവും. അതല്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ഗ്രേസ് പീരീഡ്. ഓപ്പൺ അറ്റംപ്റ്റിന് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, ഗ്രേസ് പീരീഡ് വേണമെങ്കിൽ കൊടുക്കാം. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അറ്റംപ്റ്റ്സ് മസ്റ്റ് ബി സബ്മിറ്റഡ് ബിഫോർ ടൈം എക്സ്പയേഴ്സ് ഓർ ദേ ആർ നോട്ട് കൗണ്ടഡ്. സമയത്തിന് മുമ്പ് ആ കുട്ടികൾ എന്ത് ചെയ്തിരിക്കണം, സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇപ്പം 5 ക്വസ്റ്റ്യനെ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ ആ 5 ക്വസ്റ്റ്യൻ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ആ ക്വിസിനെ കൗണ്ട് ചെയ്യത്തുള്ളൂ. അപ്പം ലാസ്റ്റ് ഓപ്ഷനാണ് ബെറ്റർ നമ്മൾ കൊടുക്കേണ്ടത്. കുട്ടിക്ക് എപ്പോഴും ടൈം ഡ്യൂറേഷനെ കുറിച്ചൊരു ബോധം വേണം. 10 ക്വസ്റ്റ്യൻ ഉണ്ട്, 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാം. ഇല്ല, ആ കുട്ടിക്ക് 8 ക്വസ്റ്റ്യനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ 8 ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യുക, സബ്മിറ്റ് ബട്ടൺ ഞെക്കുക. അപ്പം അതാണ് ടൈമിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് സെറ്റിങ്സിൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഗ്രേഡ് എന്ന് പറയുന്നതാണ്. ആ ഗ്രേഡിൽ ഈ കുട്ടിക്ക് ഇപ്പം 10 മാർക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്വിസിൻ്റെ എത്ര മാർക്ക് കിട്ടിയാൽ പാസ്സാകും, അങ്ങനെ ഒരു വളരെ അഡ്വാൻസ്ഡ് ഓപ്ഷനിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഗ്രേഡ് കൊടുക്കാം. അപ്പോൾ 5 മാർക്ക് നിങ്ങൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് 5 മാർക്കിന് താഴെയാണെങ്കിൽ ക്വിസിന് ഫെയിൽ ആയി എന്ന് കാണിക്കും. ആ കുട്ടി അപ്പോൾ ഒരിക്കൽ കൂടെ ക്വിസ് എന്ത് ചെയ്യേണ്ടി വരും, സബ്മിറ്റ് ഒരിക്കൽ കൂടെ ക്വിസ് അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഗ്രേഡ് 2 പാസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിവിടെ നിങ്ങൾക്ക് സെറ്റിങ്സ് ബട്ടണിൽ കൊടുക്കാം. അതുപോലെ അറ്റംപ്റ്റ്സ് അലോഡ്, എത്ര അറ്റംപ്റ്റ്സ് വേണം. ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് അൺലിമിറ്റഡ് ആണ് കിടക്കുന്നത്. നമുക്ക് 1 മതി. കുട്ടി ഒരു തവണ മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ബിഹേവിയർ. ഇപ്പം നിങ്ങൾ 10 ക്വസ്റ്റ്യൻ കൊടുത്താൽ എല്ലാ കുട്ടികൾക്കും 10 ക്വസ്റ്റ്യൻ അതുപോലെ ആയിരിക്കത്തില്ല വരുന്നത്, ഷഫിൾ ചെയ്യും. അപ്പോൾ ഷഫിൾ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഷഫിൾ വിത്തിൻ ക്വസ്റ്റ്യൻ ഡിഫോൾട്ടായിട്ട് എസ് ആണ് കിടക്കുന്നത്, അതിനെ നോക്കുക. അതിനുശേഷം റിവ്യൂ ഓപ്ഷൻസ് ഉണ്ട്. ആ റിവ്യൂ ഓപ്ഷൻസ് ഒന്നും നമ്മൾ ചെയ്യേണ്ട. നമ്മൾ ആകെ ഇതിൽ ചെയ്യേണ്ടത് ഒന്ന് ടൈമിംഗ് എന്ന് പറയുന്ന സെറ്റിങ്ങും, അതിനുശേഷം ഗ്രേഡ് എന്ന് പറയുന്ന സെറ്റിങ്ങും, അതിനുശേഷം ക്വസ്റ്റ്യൻ ബിഹേവിയർ. വേറെ ഒരു ഓപ്ഷനും നമ്മൾ ഇതിൽ വേറെ ഒരു സെറ്റിങ്സ് നമുക്കിവിടെ ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം ഒന്നുകിൽ സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ സേവ് ആൻഡ് ഡിസ്പ്ലേ. അപ്പോൾ ക്വിസ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ക്വിസ് ആദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ സെറ്റിങ്സ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ക്വിസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം സെറ്റിങ്സ് ബട്ടൺ ഉപയോഗിച്ച് നമ്മൾ ക്വിസ് ചെയ്തു. അതിനുശേഷം ആ സെറ്റിങ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സേവ് ആൻഡ് ഡിസ്പ്ലേയോ സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ് കൊടുക്കുക. ഞാൻ സേവ് ആൻഡ് ഡിസ്പ്ലേ കൊടുക്കുന്നു. ആ ക്വിസ് ഓപ്പൺ ആയി. ഇനി നിങ്ങൾ സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ കോഴ്സിൽ ആ ക്വിസ് വരും, അതിനെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി.
ഇപ്പോൾ 7 റിട്ടേൺ ടു കോഴ്സാണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ ടോപ്പിക് 4 എടുക്കുന്നു. ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് അറിയാം നാവിഗേഷൻ പാനലുണ്ട്. എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും നാവിഗേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അറിയാതെ സേവ് ആൻഡ് ഡിസ്പ്ലേക്ക് പകരം സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സാണ് ചെയ്തത് ആണെങ്കിൽ ഞാൻ ടോപ്പിക് 4-ലായിരുന്നു ആ ക്യൂസ് ക്രിയേറ്റ് ചെയ്തത്. അതെ, ഈ ക്യൂസാണ്. അതിനെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്യൂസിലേക്ക് കയറാൻ പറ്റും. ഇപ്പോൾ സേവ് ആൻഡ് ഡിസ്പ്ലേ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ ക്യൂസ് എടുത്തുകൊണ്ട് ഡിസ്പ്ലേയിലേക്ക് പോവുക. ദേ ഇവിടെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും ഇവിടെ കാണാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ക്വസ്റ്റ്യൻ കൊടുക്കാം. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ അവിടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആഡ് ക്വസ്റ്റ്യൻ കാണത്തില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. ഒന്നുകിൽ ആഡ് ക്വസ്റ്റ്യൻ എടുക്കാം. ജനറൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മോഡലാണ്. ഫസ്റ്റ് ക്യൂസ്, ദെൻ യു ക്യാൻ സി സെറ്റിംഗ്സ്. കാരണം ക്യൂസിൻ്റെ സെറ്റിംഗ്സ് നമ്മളിപ്പം ചെയ്ത് കഴിഞ്ഞു. അതിൽ എന്ത് മാറ്റം വേണോ നിങ്ങൾക്ക് പിന്നെയും സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഈ ബട്ടൺ ഉപയോഗിച്ച് മാറ്റാൻ പറ്റും. അതിനുശേഷം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലൊരു പേജ് ആയിരിക്കും വരുന്നത്. അതിലാദ്യം യു ക്യാൻ സി ദിസ് ക്യൂസ് ഈസ് ഓപ്പൺ. കാരണം ഞാൻ ടൈമിങ്ങിൻ്റെ ഡേറ്റ് ഒന്നും ഞാൻ ഇനേബിൾ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് എപ്പോഴായാലും ഈ ക്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മാക്സിമം ഗ്രേഡ് ഞാൻ 10 മാർക്കിൻ്റെ ക്യൂസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് 2 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ ചെയ്യാം, അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം അതിനെന്ത് ചെയ്യുക, സേവ് ചെയ്യുക ആദ്യം. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും അത് ചോദിക്കുന്നുണ്ട് ഷഫിൾ ചെയ്യണമോ, ക്വസ്റ്റ്യൻസ് അകത്ത് ഷഫിൾ ചെയ്യണമോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഷഫിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഷഫിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ടിക്ക് ചെയ്യുക. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് ഇവിടെ ആഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ ആഡ് എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ എ ന്യൂ ക്വസ്റ്റ്യനും ഉണ്ട്, ഫ്രം ക്വസ്റ്റ്യൻ ബാങ്കും ഉണ്ട്. ഫ്രം ക്വസ്റ്റ്യൻ ബാങ്ക് നമുക്ക് പിന്നെ നോക്കാം. കാരണം നിങ്ങൾ ഒരു 100 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്വസ്റ്റ്യൻ ബാങ്കിൽ പോയി ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകും. അപ്പോൾ നാളെ നിങ്ങൾക്ക് വേറൊരു കോഴ്സിൽ ഇതേപോലെ ഒരു ക്വിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്താൽ മാത്രം മതിയാവും. എല്ലാ ക്വസ്റ്റ്യനും ഓട്ടോമാറ്റിക്കായിട്ട് സെർവർ സ്പേസിൽ സേവ് ആയിട്ട് കിടക്കും. അതാണ് ഫ്രം ക്വസ്റ്റ്യൻ ബാങ്ക്. ഇപ്പം നിങ്ങളുടെ കോഴ്സിൽ നിങ്ങൾ ഒരു ക്വിസും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ബാങ്കിൽ വേറെ ഒന്നും കാണത്തില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് എ ന്യൂ ക്വസ്റ്റ്യൻ കൊടുക്കുക. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും ക്വിസിൽ. പക്ഷേ ഓട്ടോ ഗ്രേഡിങ്ങിന് ഏറ്റവും എളുപ്പം മൾട്ടിപ്പിൾ ചോയ്സ് ആൻഡ് ട്രൂ ഓർ ഫോൾസ്. ബാക്കിയൊക്കെ ഓട്ടോ ഗ്രേഡിംഗ് ഉണ്ട്. ഇപ്പോൾ ഷോർട്ട് ആൻസർ കൊടുത്ത് തന്നെ ഓട്ടോ ഗ്രേഡിംഗ് ഉണ്ട്. പക്ഷെ അതിൽ നിങ്ങൾ കൊടുക്കുന്ന കീവേഡിൽ കുട്ടികൾ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ പോലും അത് തെറ്റിപ്പോകും. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് MCQ ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കൊടുക്കുക, ദെൻ ക്ലിക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എൻട്രി ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് കാറ്റഗറി നമ്മളൊന്നും ചെയ്യേണ്ട. ക്വസ്റ്റ്യൻ നെയിം ഞാൻ പിന്നെയും അത് ആവർത്തിക്കുന്നു. ക്വസ്റ്റ്യൻ നെയിം നമുക്ക് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രമുള്ളതാണ്. അത് ഒരിക്കലും സ്റ്റുഡൻറ്റ് കാണത്തില്ല. അപ്പോൾ ചില ആൾക്കാർ ഈ ക്വസ്റ്റ്യൻ നെയിമിൻ്റെ അവിടെ നമ്മൾ ക്വിസിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യും. ഒരിക്കലും ചെയ്യരുത്. ക്വസ്റ്റ്യൻ നെയിം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു റെഫറൻസ് മാത്രമാണ്. അത് ഒരിക്കലും സ്റ്റുഡൻറ്റ് കാണത്തില്ല. MCQ എന്ന് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. എന്താണോ ക്വസ്റ്റ്യൻ ഉള്ളത് അത് ടെക്സ്റ്റ് ഇവിടെ വേണം കൊടുക്കാൻ. ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ വേണം നമ്മൾ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ നെയിമിൽ അല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നെയിം എന്ന് പറയുന്ന ഒരു മാൻഡേറ്ററി ഫീൽഡാണ്. അത് MCQ എന്ന് മാത്രം കൊടുത്താൽ മതി ഏതൊരു ക്വസ്റ്റ്യനും. നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണോ അത് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലാണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബാൻഡ് ഗ്യാപ്പ് എനർജി ഓഫ് സിലിക്കൺ ഡയോഡ്. കാരണം ഞാൻ അന്നത്തെ ക്ലാസ്സിൽ ഞാൻ സിലിക്കൺ ഡയോഡിനെ കുറിച്ചാണ് പഠിപ്പിച്ചത്. അതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എനർജിയെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. സോ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് ഈ ക്യൂസ് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്ത് കൊടുക്കാം. കുട്ടികൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അപ്പോൾ എത്ര പേര് ക്ലാസ് ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ ആ ഒരു രീതി നമ്മൾ അവലംബിച്ച് കഴിഞ്ഞാൽ കുറച്ച് കുട്ടികളെങ്കിലും നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ബാൻഡ് ഗ്യാപ്പ് എനർജി ഓഫ് സിലിക്കൺ ഡയോഡ് എന്ന് ഞാൻ കൊടുത്തു. അതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ സ്റ്റാറ്റസ് റെഡിയാണ്. ഞാൻ അതിന് 1 മാർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യന്. ജനറൽ ഫീഡ്ബാക്ക് വേണമെങ്കിൽ കൊടുക്കാം. എല്ലാ ക്യൂസ് വെൽക്കം എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ജനറൽ ഫീഡ്ബാക്ക് കൊടുക്കാം. ഞാൻ ഒന്നും കൊടുക്കുന്നില്ല.
ഇതിന് ഒറ്റ ആൻസറേ ഉള്ളൂ. അപ്പം നിങ്ങൾ കൊടുക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും 1 ആൻസർ ഓൺലി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. മൾട്ടിപ്പിൾ ആൻസേഴ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകാം. ഞാൻ 1 ആൻസറിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ 1 ഓർ മൾട്ടിപ്പിൾ ആൻസേഴ്സ് എന്നുള്ളത് ഞാൻ 1 ആൻസർ ഓൺലി മാത്രമാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഷഫിൾ ദ ചോയ്സ് അതുകൊണ്ട്, അതായത് ക്വസ്റ്റ്യനും ഷഫിൾ ചെയ്യും, കുട്ടികൾക്ക് എന്തും പറ്റില്ല, ചോയ്സുകളും ഷഫിൾ ചെയ്തായിരിക്കും കുട്ടികൾക്ക് കിട്ടുന്നത്. ഇനി ചോയ്സസ് ABCD എന്ന് പറയുന്ന ഓപ്ഷനിലാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഡിഫറൻറ്റ് വേണമെങ്കിൽ ക്യാപിറ്റൽ ABC കൊടുക്കാം, 1 2 3 കൊടുക്കാം. ഞാൻ സ്മോൾ ABC എന്ന് പറയുന്ന ചോയ്സ് ഫോം ആണ് കൊടുക്കുന്നത്. സ്റ്റാൻഡേർഡ് ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം. അതായത് ക്വിസ്, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്നും ആരുമായിട്ട് ഷെയർ ചെയ്യരുത്, നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസേഴ്സിലേക്ക് പോകാം. അപ്പം ഞാൻ ഇതിന് 4 ആൻസറാണ് അല്ലെങ്കിൽ 3 ആൻസറാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിലെ ചോയ്സ് 1 എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ ഉത്തരം കൊടുത്തു, 1.1 PV ഇലക്ട്രോൺ വോൾട്ട്. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ശരിക്കുമുള്ള ഉത്തരം. അത് ഞാൻ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കൊടുത്തു. പക്ഷേ കുട്ടികൾക്ക് അത് ഫസ്റ്റോ സെക്കൻഡോ ഒന്നും എനിക്ക് അറിയാൻ പറ്റത്തില്ല. ഞാൻ കൊടുത്തത് ഫസ്റ്റ് ചോയ്സിൽ ഞാൻ കൊടുത്തു. ആ ഉത്തരം ശരിയാണ് എന്ന് മൂഡിലിനെ അറിയിക്കുന്നത് അതിൻ്റെ ഗ്രേഡ് ഉപയോഗിച്ച. ഇപ്പോൾ 1.1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഒരു കുട്ടി ക്ലിക്ക് ചെയ്താൽ അവന് 100% മാർക്ക് കൊടുക്കുക. അതിൻ്റെ അർത്ഥം ആ ഉത്തരം ശരിയാണ് എന്നുള്ളതാണ്. അതിനുശേഷം ഫീഡ്ബാക്ക് എന്ന് പറയുന്നിടത്ത് കറക്റ്റ് എന്നൊരു ഫീഡ്ബാക്കും കൂടെ കൊടുക്കുക. അതായത് കുട്ടി ചെയ്ത് കഴിഞ്ഞാൽ അവനെ കറക്റ്റ് എന്ന് പറയുന്ന ഒരു ഫീഡ്ബാക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എന്ത് കൊടുത്തു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ഞാൻ കൊടുത്തു. അതിനുശേഷം ഞാൻ അതിൻ്റെ ആൻസർ കൊടുത്തു. ഞാൻ കൊടുത്ത ഫസ്റ്റ് ചോയ്സ് അതിൻ്റെ ഉത്തരമായിരുന്നു, അതുകൊണ്ട് 100%. അതിനുശേഷം ഞാൻ ചോയ്സ് 2 കൊടുത്തു, 3 ഇലക്ട്രോൺ വോൾട്ട്. ഉത്തരം തെറ്റാണ്, അതുകൊണ്ട് തന്നെ നൺ, 0. ഗ്രേഡ് എന്ന് പറയുന്നത് ഒന്നും തന്നെ ഇല്ല. ഫീഡ്ബാക്ക് ഞാൻ റോങ് എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് ചോയ്സ് 3 നൺ ഓഫ് ദ എബോ എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു ചോയ്സും കൂടെ ഞാൻ കൊടുത്തു. പക്ഷെ ആ ചോയ്സ് ഇവിടെ തെറ്റാണ്, കാരണം ഇതിൻ്റെ ചോയ്സിലുള്ളതാണ്. അതിന് നൺ ഓഫ് ദ എബോ എന്ന് പറയുന്ന ചോയ്സ് തെറ്റാണ്. അതിന് 0 ആണ് മാർക്ക്. 0 മാർക്ക് നിങ്ങൾ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്താൽ 0 കാണത്തില്ല. അതിൽ നൺ എന്ന് പറയുന്ന ഇത് അങ്ങ് സെലക്ട് ചെയ്താൽ മതി. അവിടെ ഫീഡ്ബാക്ക് റോങ്. ഇതുപോലെ നിങ്ങൾക്ക് 4 5 എത്ര ചോയ്സ് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ 3 ചോയ്സേ കൊടുത്തുള്ളൂ എന്ന് മാത്രം. ഞാൻ 3 ചോയ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ മൾട്ടിപ്പിൾ ട്രൈസ്, ആർക്കെങ്കിലും മൾട്ടിപ്പിൾ ട്രൈസ് ഉണ്ടെങ്കിൽ പെനാൽറ്റി എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഞാൻ അതിനെ 0% ഒക്കെ കൊടുത്തു. കാരണം നമ്മൾ അങ്ങനെയൊക്കെ ഒരു അഡ്വാൻസ്ഡ് മോഡിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, ഹിൻഡ് കൊടുക്കാം, നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും ക്ലൂ ഒക്കെ പറഞ്ഞ് കൊടുക്കാം. അഥവാ തെറ്റിക്കഴിഞ്ഞാൽ അതും ഞാൻ പോകുന്നില്ല. അതിനുശേഷം ഞാൻ സേവ് ചേഞ്ചസ് കൊടുത്തു. സേവ് ചേഞ്ചസ് ആൻഡ് കണ്ടിന്യൂ എഡിറ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടെ തന്നെ ഈ ഒരു ആൻസറിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അതല്ല, സേവ് ചേഞ്ചസ് കൊടുത്താൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ ആഡ് ആയി കഴിഞ്ഞു. So you can see the first question. So band gap energy of silicon diode, അതിന് 1 മാർക്കിന് ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തു. അതുപോലെ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ വേണോ ഈ ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ആഡ് കൊടുത്തു, ആഡ് ന്യൂ ക്വസ്റ്റ്യൻ കൊടുത്തു, പിന്നെ ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് കൊടുത്തു, പിന്നെയും ആഡ് എന്ന് കൊടുത്തു. ഓക്കെ, ക്വസ്റ്റ്യനെ ഞാൻ പറഞ്ഞു കൂടുതൽ നമ്മൾ MCQ മാത്രമേ കൊടുക്കുന്നുള്ളൂ, കാരണം ഞാൻ കൊടുക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ട്രൂ ഓർ ഫോൾസ് ആണെങ്കിൽ നിങ്ങൾ അവിടെ ട്രൂ ഓർ ഫോൾസ് കൊടുക്കുക. അതിനുശേഷം ഞാൻ എൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നു. ആംപ്ലിഫിക്കേഷൻ ഉപയോഗിക്കുന്ന മോസ്റ്റ് കോമൺ ടൈപ്പ് ട്രാൻസിസ്റ്റർ ഏതെന്നുള്ളതാണ് എൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതും ഞാൻ 1 മാർക്കാണ് ഞാൻ കൊടുക്കുന്നത്. അവിടെയും ജനറൽ ഫീഡ്ബാക്ക് ഉണ്ട്. എൻ്റെ ആൻസേഴ്സ് ഞാൻ കൊടുക്കുക. NPN ആണ് ഫസ്റ്റ് ഞാൻ ചോയ്സ് കൊടുത്തത്, അല്ല PNP ആണ് ഞാൻ ഫസ്റ്റ് ചോയ്സ് കൊടുത്തത്, അത് റോങ് ആണ്. അതുകൊണ്ട് ഞാൻ കൊടുത്തു. അതുപോലെ റോങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തു. അതിനുശേഷം ഞാൻ NPN എന്ന് കൊടുക്കുന്നു. അത് കറക്റ്റാണ്, അതെനിക്ക് എന്ത് ചെയ്യാം, 100% കൊടുക്കാം. ഫീഡ്ബാക്ക് കറക്റ്റ്. ഓക്കെ, പിന്നെ ഞാൻ കഴിഞ്ഞ ഉള്ളതുപോലെ നൺ ഓഫ് ദ എബോ എന്ന് പറഞ്ഞ ചോയ്സും കൂടെ കൊടുത്തു. അതും 0 ആണ് എൻ്റെ മാർക്ക്, റോങ്. ഓക്കെ, അപ്പം ഇത്രയും ചോയ്സ് ഉള്ള ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, സേവ് ചേഞ്ചസ്.
ഇത്രയുമായ നമ്മുടെ ക്വിസ് എന്തായി, ആ കുട്ടിക്ക് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഒരു മൂഡിലിൽ എങ്ങനെ ക്വിസ് ചെയ്യാമെന്നുള്ളത്. ഇപ്പം 2 ക്വസ്റ്റ്യൻ ഉള്ള ഒരു ക്വിസ് ആയി കഴിഞ്ഞു. അതിനുശേഷം ഈ ക്വിസ് എങ്ങനെ ഇരിക്കുമെന്ന് വേണമെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യാം, പ്രിവ്യൂ ചെയ്ത് നോക്കാം. നിങ്ങളുടെ കോഴ്സിലേക്ക് പോയാൽ മാത്രം മതി. നിങ്ങൾ എവിടെയാണോ ആ ക്വിസ് ചെയ്തിരിക്കുന്നത് ആ ടോപ്പിക്കിൽ ചെന്ന് ക്വിസിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രിവ്യൂ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. കണ്ടോ, പ്രിവ്യൂ ക്വിസ്. ആ പ്രിവ്യൂ ക്വിസിനെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്ത ക്വിസ് എങ്ങനെയാണ് സ്റ്റുഡൻറ്റ് കാണുമെന്നുള്ള രീതിയിലേക്ക് അത് വരും. അതിൽ സ്റ്റാർട്ട് അറ്റംപ്റ്റ് കൊടുക്കുക. ഇങ്ങനെയാണ് കുട്ടി കാണുന്നത് നിങ്ങളുടെ ക്വിസിനെ. ബാൻഡ് ഗ്യാപ്പ് എനർജി ഓഫ് സിലിക്കൺ ഡയോഡ്, ഞാൻ 3 ഇലക്ട്രോൺ വോൾട്ട് കൊടുത്തു. നെക്സ്റ്റ് പേജ്. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റർ യൂസ്ഡ് ഇൻ ആംപ്ലിഫിക്കേഷൻ, ഞാൻ NPN എന്ന് കൊടുത്തു. ഫിനിഷ് അറ്റംപ്റ്റ്, കാരണം 2 ക്വസ്റ്റ്യനെ കൊടുത്തുള്ളൂ. ഇവിടെ ടൈം കാണാൻ പറ്റും ആ കുട്ടിക്ക്. ഞാൻ 5 മിനിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫിനിഷ് അറ്റംപ്റ്റ്. അപ്പം ചോദിക്കും ആൻസർ സേവ്ഡ്, റിട്ടേൺ ടു അറ്റംപ്റ്റ്, ഇനി സമയമുണ്ട്, അതാ ചോദിക്കുന്നത്. അല്ല, സബ്മിറ്റ് ചെയ്യാനാണ്, ഫിനിഷ് ചെയ്യാനാണെങ്കിൽ സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷ്. ഇങ്ങനെയാണ് കുട്ടി ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ആവശ്യമില്ല. കുട്ടി ചെയ്യുന്ന രീതി നമുക്ക് പ്രിവ്യൂ ചെയ്ത് കാണാമെന്ന് മാത്രം. ഇത് കണ്ടോ, ആ കുട്ടിക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ 3 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് റോങ് ആണ്. യുവർ ആൻസർ ഈസ് ഇൻകറക്റ്റ്, ദ കറക്റ്റ് ആൻസർ ഈസ് 1.1. അതുപോലെ ഇത് കറക്റ്റ് ആണ്. യുവർ ആൻസർ ഈസ് കറക്റ്റ്, ദ കറക്റ്റ് ആൻസർ ഈസ് NPN. ഓക്കെ, അപ്പം ഇതുപോലെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒരു ക്വിസിനെ ചെയ്യാൻ പറ്റുന്നത്. എത്ര സമയം എടുത്തു? 44 സെക്കൻഡ് എടുത്തു. 2 മാർക്കിന് 1 മാർക്കേ ആ കുട്ടി കിട്ടിയിട്ടുള്ളൂ. അപ്പം 50% ആണ് ആ കുട്ടിക്ക് വന്നത്. അതുകൊണ്ട് തന്നെ 10-ന് 5 എന്നുള്ള രീതിയിലേക്ക് അവർ ഗ്രേഡിനെയും കൂടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെയാണ് നമുക്കൊരു ക്വിസ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം. വളരെ എളുപ്പമാണ്. നിങ്ങളുടെ ക്വിസ് എടുക്കുക, ആദ്യം സെറ്റിങ്സ് ഉപയോഗിച്ച് ഒരു ക്വിസിനെ സെറ്റ് ചെയ്യുക. അതിനുശേഷം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ടാബ് ഉപയോഗിച്ച് ആഡ് ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇനിയും ഇതിൽ ഏറ്റവും ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്, നിങ്ങൾ ഇനിയും ഒരു ക്വിസ് ചെയ്താൽ, അപ്പം നമുക്കൊരു സമയം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു 10-100 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഒരു MCQ ഉണ്ടാക്കി വെക്കുക ഏതെങ്കിലും ഒരു കോഴ്സിൽ. നിങ്ങൾ പിന്നെ എപ്പോഴാണോ ക്വിസ് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ വേറൊരു ടോപ്പിക് ഉപയോഗിക്കുന്നു, വേറൊരു ടോപ്പിക്കിൽ ഞാൻ ഒരിക്കൽ ഒന്നും കൂടെ ക്വിസ് ആക്ടിവിറ്റി എടുക്കുന്നു. പഴയ ക്വിസ് അല്ല, ഇത് വേറൊരു ക്വിസ് ആക്ടിവിറ്റിയാണ്. അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ചെയ്ത 100 ക്വസ്റ്റ്യനും ഓട്ടോമാറ്റിക്കായിട്ട് എവിടെ കിടക്കും, ക്വസ്റ്റ്യൻ ബാങ്കിൽ സേവ് ആയിട്ട് കിടക്കും. പിന്നെ നിങ്ങൾ ആഡ് ക്വസ്റ്റ്യൻ ഉപയോഗിക്കുമ്പോൾ എന്ത് ഉപയോഗിച്ചാൽ മതി, ക്വസ്റ്റ്യൻ ബാങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് വളരെ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യനെ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യേണ്ടി പറ്റും. അല്ലാതെ ഓരോ തവണയും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അതെങ്ങനെയെന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്കിനി അടുത്തൊരു ക്വിസ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ക്വിസ് എടുത്തു, പുതിയൊരു ക്വിസാണ്. എൻ്റെ ഞാൻ സെക്കൻഡ് ക്വിസാണ്. ഞാൻ ക്വിസ് 2 എന്ന് എന്തെങ്കിലും കൊടുക്കുന്നു. ക്വിസ് 2 എന്ന് കൊടുക്കുന്നു. ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ബാക്കി ഞാൻ പറഞ്ഞ ടൈമിംഗ് ഉണ്ട്, ഗ്രേഡ് ഉണ്ട്, എല്ലാം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഞാൻ ഒരു സെറ്റിങ്സും മാറ്റുന്നില്ല. ഞാൻ സേവ് ആൻഡ് ഡിസ്പ്ലേ കൊടുത്തു. ഇനി ഞാനിവിടെ എന്ത് ചെയ്യണം, ക്വിസിൻ്റെ ക്വസ്റ്റ്യൻസ് എനിക്ക് ആഡ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ഇവിടെ ആഡ് ക്വസ്റ്റ്യൻ എനിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ടാബ് വരും. അപ്പോൾ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് ടാബ് വന്നു. അതിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ടാബ് ഉപയോഗിച്ചായിരുന്നു ക്വസ്റ്റ്യൻസിനെ ആഡ് ചെയ്തത്. ക്വസ്റ്റ്യൻസിൻ്റെ ടാബ് ഉപയോഗിച്ചു. ഇവിടെ ഞാൻ 10 മാർക്കാണോ 20 ആണോ എന്നുള്ളത് ഞാൻ കൊടുത്തു. അതിനുശേഷം ഷഫിൾ ചെയ്തു. അതിനുശേഷം ആഡ് എന്ന് പറയുന്ന ബട്ടൺ ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ന്യൂ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചായിരുന്നു ചെയ്തത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഓൾറെഡി ഞാനൊരു 100-150 ക്വസ്റ്റ്യനോ ചെയ്തിട്ടിട്ടുണ്ട്. എനിക്ക് കിട്ടിയ സമയത്ത് ഫ്രീ അവേഴ്സിൽ ഞാൻ അതൊക്കെ ചെയ്തിട്ടു. അപ്പം ഈ 150 ക്വസ്റ്റ്യൻ എൻ്റെ മുഴുവൻ എൻ്റെ റിട്ടയർമെൻറ്റ് ഏജിൽ എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഉപയോഗിക്കാം. വൺ ടൈം, അതായത് നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കൽ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. അത് എനിക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്കതിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഫ്രം ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുന്ന സാധനം എടുത്തു. കണ്ടോ, ഇവിടെ ചെയ്ത ഞാൻ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ ആ ക്വസ്റ്റ്യൻ എല്ലാം ഇവിടെ കാണും. അതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ ക്വസ്റ്റ്യൻസിനെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ആഡ് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ടു ദ ക്വിസ് എന്ന് മാത്രം കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ അകത്ത് വ്യൂ ചെയ്യാൻ പറ്റും. അതിൽ റാൻഡമായിട്ട് നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻ കൊടുക്കുക, ആഡ് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ടു ദ ക്വിസ് എന്ന് കൊടുക്കുക.
അത്രയും ക്വിസും അവിടെ ആഡ്. അല്ലാതെ ഓരോ തവണയും ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ഫോമിലാണെങ്കിൽ നിങ്ങൾ ഓരോ തവണയും അവിടെ ക്വിസ് ആഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് വേർഡായിട്ടോ ടെക്സ്റ്റ് ഫയലായിട്ടോ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ക്വിസ് അകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാനും സാധിക്കും. അപ്പം ഇത്രയും വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വിസ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഓരോ കോഴ്സ് കഴിഞ്ഞ് ചെയ്താൽ കുട്ടികൾക്ക് വളരെ ബെനിഫിറ്റാണ്. കാരണം നമ്മൾ ചെയ്ത ഒരു അസസ്മെൻറ്റ്, ഒരു ഇമ്മീഡിയറ്റ് അസസ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിച്ച് നടത്താൻ പറ്റും. കാരണം നമ്മുടെ എക്സാം പാറ്റേൺ മാറുന്നു. അപ്പം അതിനെല്ലാം നമ്മൾ ഇതേപോലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ചാൽ മാത്രമേ നമുക്കൊരു FI UGPയിലായാലും ഇനി മോഡേൺ എഡ്യൂക്കേഷൻ ഇറയിലായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളുമായി കൃത്യമായിട്ട് നമ്മുടെ ലെസൺ ഡെലിവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ക്വിസ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക എല്ലാ റിസോഴ്സും ആക്ടിവിറ്റിയും കഴിഞ്ഞു. ഇതിന് റെക്കോർഡഡ് വേർഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ ക്വിസ് എന്ന് പറയുന്നത് മൂഡിലിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത്.